തൃശൂരിൽ കെഎസ്ആർടിസി ബസ്സിൽ യുവതി പ്രസവിച്ചു. ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് യുവതിക്ക് വേദന അനുഭവപ്പെട്ടത്. ഉടനെ തൃശൂർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. യുവതിയെ ശുശ്രൂഷിച്ച അമല ആശുപത്രിയിലെ ഡോക്ടർമാർ മീഡിയ വണ്ണോടൊപ്പം ചേരുന്നു. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നതായും ഡോക്ടർമാർ അറിയിച്ചു. KSRTC ബസ്സിനകത്ത് വെച്ച് പ്രസവം നടന്ന ആശുപത്രി അമല ആശുപത്രിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ ഡോക്ടർമാർ ചേരുന്നുണ്ട്. ആ ഒരു പെട്ടെന്ന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്തായിരുന്നു പെട്ടെന്ന്? നമ്മൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു കോൾ അറ്റൻഡ് ചെയ്യുന്നത്. നമുക്ക് ബസ് ഇവിടെ ഒരു ഏകദേശം 12:45 ആയപ്പോഴത്തേക്ക് വന്ന് നിർത്തുകയും ആളുകൾ പറഞ്ഞത് അകത്തൊരു സ്ത്രീ പ്രസവ വേദന കാരണം ആളും കരയുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. നമ്മൾ കയറി നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ആ കുഞ്ഞിൻ്റെ തല പുറത്തെത്തിയിരുന്നു. നമ്മൾ ഇനി ആ ഒരു പേഷ്യനെ നമുക്ക് പുറത്തോട്ട് സ്ട്രെച്ചറിലോട്ട് മാറ്റി അകത്തോട്ട് കയറ്റാനുള്ള ഒരു സാവകാശം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഉടനെ അവിടെ വെച്ച് തന്നെ ഡെലിവറി എങ്ങനെ എടുക്കാം, ആ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളും അവിടെ എത്തിക്കുകയും നമുക്ക് അവിടെ വെച്ച് തന്നെ നമ്മൾ ആ കോഡ് ക്ലാമ്പ് ചെയ്യുകയും കൊച്ചിനെ പുറത്തെടുക്കുകയും നമ്മൾ ആ അമ്മയുടെയും കൊച്ചിൻ്റെയും കണ്ടീഷൻ സേഫ് ആക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിലൊരു സിറ്റുവേഷനിൽ ഒരു ഡെലിവറി എടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഡെഫിനറ്റ്ലി നമ്മളെപ്പോഴും കരുതുന്നുണ്ട്, എപ്പോൾ വേണമെങ്കിലും എന്തൊരു എമർജൻസിയും നമ്മൾ കരുതുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആദ്യമായിട്ടായിരുന്നു. ഡോക്ടറും അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അപ്പം അമ്മയും കുഞ്ഞും ഇപ്പം എങ്ങനെയുണ്ട്? അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു. കൊച്ച് ഏകദേശം ഒരു 2.5 കിലോ ഉണ്ട്. ആക്റ്റീവായിരുന്നു. ഡെലിവറി കഴിഞ്ഞ് ഉള്ളിലോട്ട് എടുത്തപ്പോൾ തന്നെ കൊച്ച് പറഞ്ഞ് നല്ല ആക്റ്റീവാണ്. ഉടനെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ NICയിലോട്ട് ഒബ്സർവേഷനിലോട്ട് മാറ്റും. പിന്നീട് അവിടെ നിന്നിട്ട് 2 to 3 ഡേയ്സിനുള്ള പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യും. കുഴപ്പമില്ലാതെ പോകുന്നു രണ്ടുപേരും. ഇത്തിരി ടെൻഷനായിരുന്നു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ? ടെൻഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ്. നമുക്ക് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ പെട്ടെന്ന് വരാം. ഇലക്ട്രിക്യൂഷൻ ഇങ്ങനെ പല കേസുകളായിട്ട് വരാം. ഇതിനു മുമ്പും ചില കേസുകൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ഇങ്ങനത്തെ കേസ് വന്നാൽ നമ്മളത് തരണം ചെയ്യും അതിനനുസരിച്ച്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ഫ്ലെഷ്ഡ് ഒരു ടീം തന്നെ ഉണ്ട് ഇവിടെ നമുക്ക് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ ഏത് എമർജൻസീസും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ യോഗ്യരാണ്. ഈ മെഷീൻസ് ഒക്കെ നമ്മൾ അതിലേക്ക് കൊണ്ടുപോകും. എന്തെങ്കിലും പ്രയാസങ്ങളൊന്നും? മെഷീൻസ് വേണ്ടി വന്നല്ല, നമുക്കൊരു ട്രെയില് സിസേഴ്സും അങ്ങനത്തെ കാര്യങ്ങളാണ് വേണ്ടി വന്നത്. അത് നമുക്ക് വലിയ പ്രയാസമില്ലാതെ തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. എന്തായാലും ഏറെ സന്തോഷം നൽകുന്ന അല്ലെങ്കിൽ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് എന്തായാലും പങ്കുവെക്കാനുള്ളത്. അമ്മയും കുഞ്ഞും വളരെ സുഖമായി ഇരിക്കുക തന്നെയാണ് ചെയ്തത്. അബിബ് കൊടുമുണ്ടയ്ക്കൊപ്പം അഖിൽ കെ, മീഡിയ വൺ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ വണ്ണിനൊപ്പം.